ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ്. ബിഗ് താങ്ക്സ് ടു അനുമോൾ. ശരിക്കും ദൈവമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളിങ്, അനുമോളുടെ ഓവറായിട്ടുള്ള വീഡിയോ കാരണം ഞാൻ അനുഭവിച്ച, സത്യം പറയാൻ എനിക്ക് ഉറപ്പിച്ച് പറയുന്നത് അനുമോളുടെ PR ഇഷ്യൂ ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കള്ളമാണ്, ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കള്ളിയാണ്, PR കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല, അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ഹലോ ഗൈസ്, നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി നിങ്ങൾ ആരും മറന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? നമ്മുടെ ബിഗ് ബോസിലെ കുത്തിത്തിരിപ്പ് ബിന്നി വീണ്ടും ഓരോരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയാണ്. കാരണം ഈ പുള്ളിക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ പുള്ളിക്കാരിക്ക് സൈബർ ബുള്ളിങ് കിട്ടിയത്. അതായത് ബിഗ് ബോസിനകത്ത് എന്ത് കുത്തിത്തിരിപ്പാണോ നടത്തിയത് അതേ കുത്തിത്തിരിപ്പ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടും നടത്തുകയാണ്. അതായത് അനുമോൾ ജയിച്ചത് PR വർക്ക് കൊണ്ടാണ്, അല്ലാതെ അനുമോൾ അവിടെ ജെനുവിൻ ആയിട്ട് നിന്ന് ഗെയിം കളിച്ചത് കൊണ്ടല്ല, ലക്ഷങ്ങളുടെ PR കൊടുത്തിട്ടാണ് അനുമോൾ ജയിച്ചതെന്നാണ് ഇവിടെ നമ്മുടെ ബിന്നി വീണ്ടും ജനങ്ങളെ ഇടയിലേക്ക് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബിന്നി എന്നല്ല, എത്ര ആൾക്കാർ വന്ന് പറഞ്ഞാലും അനുമോള് ജയിച്ചത് PR കൊണ്ട് മാത്രമല്ല, അത് എവിടെ വേണമെങ്കിലും ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അനുമോൾക്ക് നല്ല രീതിയിലുള്ള ജനപിന്തുണയുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അനുമോൾക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും പിന്നെ കുറച്ചധികം ആൾക്കാർ റീ എൻട്രി ആയിട്ട് ബിഗ് ബോസിനകത്തേക്ക് കയറിയായിരുന്നല്ലോ. അവരുടെയൊക്കെ നല്ല പ്രവൃത്തികൾ കൊണ്ട് അവസാന നിമിഷം അനുമോളെ ഇഷ്ടപ്പെടാത്തവർ പോലും അനുമോൾക്ക് വോട്ട് ചെയ്തു. പക്ഷെ ഇവിടെ കുത്തിത്തിരിപ്പ് ബിന്നി പറയുന്നത് അനുമോൾ ജയിച്ചത് നല്ല ഗെയിം കളിച്ചിട്ടൊന്നും അല്ല, PR കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ബിന്നിയൊക്കെ അനുമോളുടെ PR പുറത്തു വന്ന് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്തു എന്നൊക്കെയാ പറയണേ. ഇനി ഇപ്പൊ ഇവരുടെ അപ്പുറത്തെ ആൾക്കാർ വന്നിട്ടും അനുമോൾ ജയിച്ചത് PR കൊടുത്തിട്ടാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ന്യായം? ഗെയിം അവിടെ കഴിഞ്ഞു, അതിന്റെ വിന്നർ അനുമോളാണ്, അതിന്റെ കപ്പും കിട്ടി, എല്ലാം കഴിഞ്ഞു. പിന്നെയും വന്നിട്ട് അനുമോൾ ജയിച്ചത് PR കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വീണ്ടും എയറിലേക്ക് പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡോക്ടറാണല്ലോ എന്ന് ഓർക്കുമ്പോ പുച്ഛം തോന്നുക. കാരണം എന്ത് സ്വഭാവം, ശരിക്കും ഒരു കുത്തിത്തിരിപ്പ് തന്നെയാണ് ഇവരുടെ പരിപാടി.